ഇന്നത്തെ വീഡിയോ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിൽ നിന്നും മാട്ടുപ്പെട്ടി വ്യൂ പോയിന്റിലേക്കുള്ളൊരു ഓഫ് റോഡ് റൈഡാണ്. നെല്ലിയാമ്പതിയിൽ വരുന്നാൽ എന്തായാലും ഈ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഇതിന് ചാർജ് വരുന്നത് ജീപ്പിന് ഏകദേശം 1600 രൂപയും, അതുപോലെ തന്നെ നമ്മൾ എത്രയാളെ വണ്ടിയിൽ വരുന്നത് വെച്ചാൽ പെർ ഹെഡ് 50 രൂപ വെച്ച് വരും. പിന്നെ അത് കൂടാതെ ജീപ്പിനുള്ള 100 റുപ്പീസ് നമ്മൾ തന്നെ അടയ്ക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ് റോഡ് റൈഡിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ട സ്ഥലം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് സ്വീകരിക്കില്ല, ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡാണ്. അതുപോലെ തന്നെ ഇവിടെ ഗൂഗിൾ പേ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ഒന്നും അവൈലബിൾ അല്ല. പകരം അവിടുത്തെ വൈഫൈ നമുക്ക് എന്ത് ചെയ്തരും, ഓപ്പൺ വൈഫൈ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ വൈഫൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ ഓഫീസ് വരുന്നത്. ഇങ്ങനെ ഞങ്ങൾ അവിടുത്തെ പേയ്മെൻ്റ് ഒക്കെ അടച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരിപ്പോൾ ഒരു കാര്യം ഓർമ്മ വന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നോർമലി നമ്മളെപ്പോഴും ഗൂഗിൾ പേ ആണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പകരം എപ്പോഴും ഒരു ATM കാർഡ് കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് നിയമപ്രകാരം ഇപ്പോൾ നിലവിൽ ക്യാഷ് പല സ്ഥലത്തും സ്വീകരിക്കുന്നില്ല. ഒന്നുകിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ കാർഡാണ്. ഗൂഗിൾ പേൻ്റെ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ പേ ഇപ്പോൾ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ വരും. ഈ ഹൈ റേഞ്ചുകളിലൊക്കെ ആണെങ്കിൽ റേഞ്ച് തീരെ കിട്ടാത്ത പ്രശ്നം കൊണ്ട് നമുക്ക് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഒരു കാർഡ് കയ്യിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നെല്ലിയാമ്പതി വരുന്നൊരു തീർച്ചയായും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ട്രിപ്പാണിത്. വലിയൊരു എക്സ്പെൻസീവ് ഒന്നുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 8 പേരുണ്ടെങ്കിൽ ചെറിയ റേറ്റ് വരും. കാരണം വെച്ചാൽ പെർ പേഴ്സൺ അവിടെ 50 രൂപയും, അതുപോലെ തന്നെ ജീപ്പിന് 100 രൂപയും, പിന്നെ വണ്ടിക്ക് ചാർജ് ചെയ്യുന്ന 1600 ആണ്. അല്ലാണ്ട് ഞാൻ ഓരോ ചാനലും കണ്ടത് 1500, 1400 ഇടക്കുന്ന പല ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ എങ്ങനെ പോയാലും ഒരു 2000 ആണ് മൊത്തത്തിൽ ചാർജ് വരുന്നത്. അപ്പോൾ ഡിവൈഡ് ചെയ്ത് വരുന്ന സമയത്ത് 8 പേരുണ്ടെങ്കിൽ ഒരു ചെറിയ റേറ്റിനാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ട്രിപ്പാണിത്. അപ്പോൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് പുലിയമ്പാറ ജംഗ്ഷനിൽ നിന്നാണ്. നമ്മളെ വണ്ടി അവിടെ വെച്ചതിന് ശേഷം അവിടുന്ന് ഈ ജീപ്പിൽ പുലിയമ്പാറ ജംഗ്ഷനിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേയ്മെൻറ്റ് ചെയ്യുന്ന സ്ഥലം, അവിടെ എത്തി പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യാത്ര തുടരാം. നെല്ലിയാമ്പതി വരുന്നവർ എന്തായാലും ഈ ജീപ്പ് ട്രക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ എന്തായാലും നേരത്തെ ജീപ്പ് ട്രക്കിംഗ് ഒഴിവാക്കുന്നതിന് പകരം കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് ഒരു 10 മണി അല്ലെങ്കിൽ ഒരു 11 മണിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇത് ഒരു 7 മണി 8 മണി ആ സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫോഗും, അതുകൊണ്ട് വിസിബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ കാഴ്ചകൾക്കൊരു വലിയൊരു ഭംഗി കിട്ടില്ല. കാരണം വെച്ചാൽ നല്ലോണം മഞ്ഞുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഒരു വിസിബിലിറ്റി കുറവായിരിക്കും. എപ്പോഴൊരു 10 അല്ലെങ്കിൽ 10 ആ സമയത്ത് ട്രക്കിംഗ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞൊന്നും ഉണ്ടാവില്ല, നല്ലൊരു വിസിബിലിറ്റി ഉണ്ടാവും. ഞങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പറയുകയാണെങ്കിൽ വർക്കിംഗ് ഡേയ്സിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഓഫ് ഡേയ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മളെ ഡ്രൈവറുടെ പേര് സനു എന്നാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും നെല്ലിയാമ്പതി വരുന്നുണ്ടെങ്കിൽ, ഒരു ഓഫ് റോഡ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്തായി. എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നല്ല, എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കേസാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ബ്രോൻ്റെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം വീഡിയോ എടുക്കാനും പല സ്ഥലത്ത് നിർത്തി തരും, അതുപോലെ തന്നെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. എനിക്ക് വലിയ സംസാരിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ജീപ്പിൻ്റെ സൗണ്ടും ഗാർഡൻ്റെ സൗണ്ടൊക്കെ ആയിട്ട് എനിക്കൊന്ന് ഞാൻ പറയുന്നതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അതുകൊണ്ട് അത് എക്സ്പീരിയൻസ് കുറച്ച് മുന്നോട്ട് പോവാം. ഇവിടെ അല്ലേ? ഓക്കെ, അവിടെ താഴേക്കല്ലേ ഇറങ്ങ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മിന്നാമ്പാറ വ്യൂ പോയിന്റ്. അപ്പോൾ നമുക്ക് അവിടെയുള്ള കുറച്ച് കാഴ്ച കണ്ടിട്ട് മുന്നോട്ടേക്ക് പോവാം.
അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോകണം. മാട്ടുമല വ്യൂ പോയിൻ്റാണ്. അത് നമ്മൾ സിനിമയിലൊക്കെ കണ്ട് സുപരിചിതമായിരിക്കും. മോഹൻലാലിൻ്റെ മറ്റേ പ്രമരം എന്ന സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മളെ കയറ്റി വെച്ച് തന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെ ഡ്രൈവർ. അപ്പോൾ നിങ്ങൾക്കിത് ഇവിടെ വരികയാണെങ്കിൽ മൂപ്പർ കോൺടാക്ട് ചെയ്യുന്നത് ഭയങ്കര സപ്പോർട്ടായിരിക്കും. അപ്പോൾ ജീപ്പ് നമ്മളൊക്കെ ഇറക്കിയതിന് ശേഷം ഒരു പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഞങ്ങൾ വ്യൂ കണ്ടിട്ട് മുന്നോട്ട് കിടക്കുകയാണ്. ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു എന്താ ബ്യൂട്ടി കാണുക, ഒരു രക്ഷയില്ല. ഞാൻ വിപിയേട്ടൻ കൂടി ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജീപ്പ് ഡ്രൈവർ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അവിടെ നിന്ന് വരാൻ തന്നെ തോന്നില്ലായിരുന്നു, അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് നേരത്തെ കയറി അതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇവിടെ വരെയാണ് ഓഫ് റോഡ് റൈഡിങ് ഉള്ളത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു വരെയെന്ന് തന്നെ തോന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജീപ്പിലേക്ക് കയറി നേരത്തെ കയറി അതേ ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അടുത്ത വീഡിയോ വേറൊരു പാർട്ടായിട്ടാണ് ഉണ്ടാകുക.
ഭയങ്കര ലെങ്തി ആയിട്ടുണ്ട് ഈ വീഡിയോ. അപ്പം മൊത്തത്തിൽ ഈ നെല്ലിയാമ്പതിൻ്റെ വീഡിയോ ഒരു 3 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ.
അങ്ങനെ ഈ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുക്കെത്തി. നമ്മളെ വണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ബ്രോയിനോട് താങ്ക്സും പറഞ്ഞ് പതുക്കെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനിയൊരു പാർട്ടും കൂടി വെയിറ്റിംഗ് ഉണ്ട്, എല്ലാവരും കാണുക. അപ്പോൾ താങ്ക് യു.